ഹായ് നമസ്തേ. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വിറ്റുപോകുന്ന ബെസ്റ്റ് സെല്ലിംഗ് EV ആണ് MG വെൻച്ചർ EV. അതിൻ്റെ ഒരു പ്രോ വേരിയൻ്റാണ് ഇപ്പോൾ അടുത്തായിട്ട് MG ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി പാക്കാണ്. 52.9 kWh ബാറ്ററി പാക്കും കൂടാതെ സിംഗിൾ ചാർജിൽ 449 449 കിലോമീറ്റർ റേഞ്ചും ലഭിക്കുന്നതാണ് ഈ MG വെൻച്ചർ EVയുടെ ഈ പ്രോ മോഡൽ. നമുക്കിതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ബേസിക് മോഡലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രോ മോഡലിന് എന്ത് മാറ്റങ്ങളുണ്ടെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് പുതുതായി 3 കളർ ഓപ്ഷൻസ് MG അവതരിപ്പിച്ചിട്ടുണ്ട്. സലാഡൻ ബ്ലൂ, അറോറ സിൽവർ, ഗ്ലേസ് റെഡ് എന്നിവയാണ് ഈ 3 കളർ ഓപ്ഷനുകൾ. വാഹനത്തിൻ്റെ അകത്തെ മാറ്റങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, പങ്കുവയ്ക്കാം. ഒരു വലിയൊരു വാഹനമാണ് MG വെൻച്ചർ EV, അതിൻ്റെ പ്രോ വേർഷനാണ്. ഒരു വലിയ റോഡ് പ്രസൻസ് നമുക്കത് കാണാൻ വേണ്ടി കഴിയും. ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നമുക്ക് വിലയും നമുക്ക് പിന്നീട് പങ്കുവയ്ക്കാൻ പറയാം. ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഇത്രയധികം ഫീച്ചറുകളും വിശാലമായ സ്ഥല സൗകര്യമുള്ള ഒരു വാഹനമാണ് MG വെൻച്ചർ EVയും EV പ്രോയും. പ്രോ മോഡലിൻ്റെ പിറകിലേക്ക് വന്നാൽ അവിടെ നമുക്ക് അഡാസ് എന്ന് കാണാം. അതാണ് പ്രോ മോഡലിൻ്റെ ഒരു പ്രത്യേകത, സവിശേഷത. അതായത് ലെവൽ 2 അഡാസുമായാണ് MG വെൻച്ചർ EV പ്രോ വരുന്നത്. അതിൽ തന്നെ V2V ആൻഡ് V2L എന്നീ 2 പ്രധാനപ്പെട്ട ഫീച്ചറുകൾ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. MG വെൻച്ചർ EV പ്രോയുടെയും അളവുകളിൽ മാറ്റമില്ല, ഡയമെൻഷൻസ് സെയിം തന്നെയാണ്, മാറ്റമില്ല. നമുക്ക് മുമ്പോട്ട് വന്നാൽ ഈ മോറിസ് ഗാരേജ് എന്നൊരു എഴുത്ത് നമുക്ക് കാണാം. കൂടാതെ MGയുടെ ഈ ലോഗോ ഇവിടെ കാണാം. ഇത് ലോഗോ മാത്രമാണ്, ചാർജിങ് പോർട്ട് ആ സൈഡിലാണ്. കൂടാതെ നമുക്ക് LED സ്ട്രിപ്പ് ഉണ്ട്. ഈ 2 തട്ടുള്ള ഒരു ഫേസാണ്, മുഖമാണ് MG വെൻച്ചർ EVക്കും പ്രോ മോഡലിനും ഉള്ളത്. നമുക്ക് 2 തട്ട് കാണാം. ലെവൽ 1 ലെവൽ 2 എന്നൊക്കെ വേണമെങ്കിൽ പറയാം, വിശേഷിപ്പിക്കാം. 2 തട്ടുള്ള ഒരു മുഖമാണ്, ഒരു ഡിസൈനാണ് MG വെൻച്ചർ EVക്കും അതിൻ്റെ പ്രോ മോഡലിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ LED സ്ട്രിപ്പും ഉണ്ട്. ഇതാണ് നമുക്ക് മുൻവശത്ത് പറയാനുള്ളത്. 18 ഇഞ്ച് അലോയ് വീൽസിലാണ് MG വെൻച്ചർ EV പ്രോ ഓടുന്നത്. ഈ ഡിസൈൻ നമുക്ക് MG ഹെക്ടറിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അകത്തെ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ഒരു ഡുവൽ ടോൺ കളർ തീമാണ്. ഐവറി ആൻഡ് ബ്ലാക്ക് എന്ന കളർ തീമിലാണ് പ്രോ വേർഷൻ വരുന്നത്. പക്ഷേ ഈ ഫ്രണ്ട് റോയിലെ കുഷൻ അത്ര പോരാ എന്ന് പറയേണ്ടി വരും, കുഷനിങ് അത്ര പോരാ എന്ന് പറയേണ്ടി വരും. കൂടാതെ നമുക്ക് ഈ മരം പോലുള്ള പ്ലാസ്റ്റിക്സ് നമുക്ക് ഡാഷ്ബോർഡിലും സെൻട്രൽ കൺസോളിലും ഈ ഡോറിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. MG വെൻച്ചർ EVയുടെ ക്യാബിൻ സ്പേസ് ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമുക്കത് അറിയാം. വിശാലമായ ക്യാബിനാണ്, സ്പേഷ്യസ് ക്യാബിനാണ് MG വെൻച്ചർ EVയുടെ ഒരു സവിശേഷത. കൂടാതെ ഈ ക്യാബിനകത്തെ ഈ ഷാമ്പയിൻ ഗോൾഡ് നിറം, അതുപോലെ ആംബിയൻ ലൈറ്റിംഗ്, ഇതെല്ലാം ക്യാബിനെ കൂടുതൽ മനോഹരമാക്കുന്നതാണ്. മാത്രമല്ല നിറയെ സ്റ്റോറേജ് സൗകര്യം കൂടിയുണ്ട്. ഈ ഡോർ പോക്കറ്റിൽ, ഡാഷ്ബോർഡിൽ 2 കപ്പ് ഹോൾഡറുകൾ, സെൻട്രൽ കൺസോളിൽ തൊട്ട് താഴെ ഇവിടെ എല്ലാം നിറയെ സ്റ്റോറേജ് സൗകര്യം കൂടി ആയിട്ടാണ് MG വെൻച്ചർ EV പ്രോ വരുന്നത്. 15.6 ഇഞ്ച് വലിപ്പമുള്ള ഒരു വലിയ സ്ക്രീൻ നമുക്ക് തൊട്ട് മുന്നിൽ കാണാം. മിക്ക ഫംഗ്ഷനുകളും നമുക്ക് ഈ സ്ക്രീനോട് ചെയ്യാൻ വേണ്ടി കഴിയും. ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഡ്രൈവിംഗ് മോഡ്, ഇക്കോ പ്ലസ്, ഇക്കോ, നോർമൽ, സ്പോർട്സ്, ESC. ഈ സെക്കൻഡ് റോ സീറ്റുകളാണ്, അതിൻ്റെ കുഷനിങ് ആണ് കൂടുതൽ കംഫർട്ട് എന്ന് പറയേണ്ടി വരും. വിശാലമായ സെക്കൻഡ് റോയാണ്. ക്യാബിൻ മൊത്തം വിശാലമാണ്. സെക്കൻഡ് റോ അതിലധികം വിശാലമാണെന്ന് പറയേണ്ടി വരും. ഫുഡ് റൂം, നീ റൂം, ഹെഡ് റൂം എല്ലാം വേണ്ടുവോളമുണ്ട്.
കൂടാതെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. മാത്രമല്ല ഈ സെന്റർ ആംറസ്റ്റിൽ ഒരു സ്റ്റോറേജ് സൗകര്യം കൂടി MG മോട്ടോർ നൽകിയിരിക്കുന്നു. നമ്മൾ നേരത്തെ അഡാസ് പറഞ്ഞപ്പോൾ V2V ആൻഡ് V2L എന്നീ 2 ഫീച്ചർ പറഞ്ഞിരുന്നു. വെഹിക്കിൾ ടു വെഹിക്കിൾ ആൻഡ് വെഹിക്കിൾ ടു ലോഡ്. അതായത് MG വിൻസർ EV Pro ഉപയോഗിച്ച് നമുക്ക് ഗാർഹിക ഉപകരണങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടി കഴിയും. ഗാർഹിക ഉപകരണങ്ങൾ മാത്രമല്ല, നമുക്കൊരു മറ്റൊരു ഇലക്ട്രിക് കാർ തന്നെ, ഒരു EV തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ V2V ആൻഡ് V2L എന്നീ 2 ഫീച്ചറുകളുമായിട്ടാണ് MG വിൻസർ EV Pro വരുന്നത്. MG വിൻസർ EV Proയുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് പറഞ്ഞാൽ 6 എയർ ബാഗുകൾ, ESP, ഹീൽ ഹോൾഡ് അസിസ്റ്റ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആൻഡ് വൈപ്പറുകൾ, ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ആൻഡ് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ, 360 ക്യാമറ, എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്ക്, അഡാസ് എന്നിവയാണ് MG വിൻസർ EV Proയുടെ സേഫ്റ്റി ഫീച്ചറുകൾ. ടെയിൽ ഗേറ്റ് പവേർഡ് ആണ്. അതായത് പവർ ടെയിൽ ഗേറ്റ് ലഭിച്ചതാണ് MG വിൻസർ EV Proയുടെ ഒരു പ്രധാന സവിശേഷത. ബൂട്ട് ശേഷി എന്ന് പറയുന്നത് 578 ലിറ്ററാണ്, 578 ലിറ്ററാണ് MG വിൻസർ EV Proയുടെ ബൂട്ട് ശേഷി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, MG വിൻസർ EV Proയുടെ ചാർജിങ് പോർട്ട് ഇവിടെയാണ്. ഇതാണ് ചാർജിങ് പോർട്ട്. മുന്നിലുള്ളത് MGയുടെ ലോഗോ മാത്രമാണ്. ഇത് പറയാൻ കാരണം MG കോമറ്റ് EVയുടെ ചാർജിങ് വരുന്നത് മുന്നിലാണ്. അതേസമയം MG വിൻസർ EVയുടെ ചാർജിങ് പോർട്ട് ഡ്രൈവറുടെ ഇടതുവശത്താണ് കൊടുത്തിരിക്കുന്നത്. റിയർ സീറ്റുകൾ അപ് ടു 45 ഡിഗ്രി വരെ റിക്ലൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് MG വിൻസർ EV Proയുടെ സവിശേഷത. മലർന്ന് കിടന്ന് സുഖിച്ച് വിശാലമായ ക്യാബിനിൽ യാത്ര ചെയ്യാൻ കഴിയും. MG വിൻസർ EV നിങ്ങളെ കൊണ്ടുപോകും എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. 18 ഇഞ്ച് അലോയ് വീലുകൾ, 15.6 ഇഞ്ച് ടച്ച് സ്ക്രീൻ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ, 8.8 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പനോരമിക് ഗ്ലാസ് റൂഫ്, പവേർഡ് ഡ്രൈവർ സീറ്റ്, വയർലെസ് ചാർജർ, ആംബിയന്റ് ലൈറ്റിംഗ്, പവേർഡ് ടൈൽ ഗേറ്റ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവ സഹിതമാണ് MG വിൻസർ EV Pro എത്തിയിരിക്കുന്നത്. MG വിൻസർ EV Proയുടെ ഇലക്ട്രിക് മോട്ടോറിന് മാറ്റമില്ല. പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടോറാണ് ഉപയോഗിക്കുന്നത്. ഈ മോട്ടോർ 136 HP കരുത്തും 200 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. ഒരു സിംഗിൾ ചാർജിൽ 449 കിലോമീറ്ററാണ് ലഭിക്കുന്ന റേഞ്ച്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് രാജ്ഘട്ടിലൂടെയാണ്. രാജ്ഘട്ട് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ മഹാത്മാഗാന്ധി മ്യൂസിയമാണ്. MG വിൻസർ EV Proയ്ക്ക് ലഭിച്ചത് 4 ഡ്രൈവിംഗ് മോഡുകളാണ്. ഈക്കോ പ്ലസ്, ഈക്കോ, നോർമൽ, സ്പോർട്സ്. നമ്മളിപ്പോൾ സ്പോർട്സിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ 3 ലെവൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് MG വിൻസർ EV Proയുടെ സവിശേഷതയാണ്. MG വിൻസർ EV Proയുടെ കർബ് വെയ്റ്റ് 93 കിലോ കൂടിയിട്ടുണ്ട്. ഈസി ടു ഡ്രൈവ് ആയ ഒരു വാഹനമാണ്, EV ആണ് MG വിൻസർ EV Pro. നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഈ ബോഡി റോളൊക്കെ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ബോഡി റോൾ കുറവാണ്. നിറയെ ഫീച്ചറുകൾ ലഭിച്ച ഒരു ഉഗ്രൻ വാഹനമെന്ന് EV എന്ന
MG വിൻസർ EV പ്രോയെ വിശേഷിപ്പിക്കാം.